ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഉദ്ഘാടനത്തിനാണ് കേട്ടോ. ഉദ്ഘാടനത്തിന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിയാട്ട് ലൈനിലൊരു വീടുണ്ട് കേട്ടോ. അത് നമ്മൾ പണ്ട് വാങ്ങിച്ചിട്ടുള്ളൊരു വീടാണ്. അത് നമ്മൾ റെൻറ്റിന് കൊടുക്കുകയൊക്കെയാണ് ചെയ്യാറ്. തൃശ്ശൂർ അടിയാട്ട് ലൈനിലാണ്. അപ്പോൾ അത് പിന്നെ റെൻറ്റിന് കൊടുത്ത് അങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും റെൻറ്റിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് തോന്നി അതൊന്ന് ലേഡീസ് ഹോസ്റ്റലായിട്ട് നമുക്ക് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയും അമ്മയുടെ ഫ്രണ്ടും കൂടിയിട്ടാണ് നടത്താമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഹോസ്റ്റലായി തുടങ്ങുമ്പോൾ ഉദ്ഘാടനം ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് നല്ലൊരു ദിവസമായിട്ട് കുറിച്ച് കിട്ടിയത് മെയ് 14 കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളും നാട്ടിലുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞു എന്തായാലും നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ഇതെല്ലാം പണിയും കഴിഞ്ഞു, അപ്പോൾ നമുക്ക് എന്തായാലും ഉദ്ഘാടനം നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളും ഉണ്ടല്ലോ, മക്കളിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഞങ്ങളും ഉണ്ട് കൂടെ, അങ്ങനെ വിചാരിച്ചു. ഇതൊരു ലേഡീസ് ഹോസ്റ്റലായിട്ടാണ് പ്രവർത്തിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെയും താഴെയായിട്ട് 3 മുറികൾ വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ബാത്റൂം എന്ന് പറയുമ്പോൾ 2 ബാത്റൂം, മേലെ ഒരു കോമൺ ബാത്റൂം, താഴെ ഒരു കോമൺ ബാത്റൂം. അതൊരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ അല്ലെങ്കിൽ സാധാരണ വിമൻസ് ഹോസ്റ്റൽ, ലേഡീസ് ഹോസ്റ്റൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് നടത്താമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ തൃശ്ശൂർക്ക് വരുന്ന കുട്ടികളുണ്ടാവുമല്ലോ, കുറേ ദൂരത്തു നിന്നൊക്കെ വരുന്നവർ. അപ്പോൾ അവർക്ക് നിൽക്കാനും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു ഇപ്പോൾ ഒരുവിധം. അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ഘാടനത്തിന് വിചാരിച്ച് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് സമയം കിട്ടിയതാണെന്ന് വെച്ചെങ്കിൽ രാവിലെ 8 മണിയാണ്. അപ്പോൾ നമ്മൾ രാവിലെ 6 മണിയായപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ ദച്ചും ധ്രുവയും ഉണ്ടായിരുന്നു കൂടെ. പിന്നെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ പേര് ശശിധരൻ എന്നാണ്. അപ്പോൾ ആ ചേച്ചിയുടെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചിയുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ആ ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേച്ചി, പിന്നെ മകളുടെ ഫാമിലി, മകളുടെ ഹസ്ബൻഡ്, അവരുടെ ഫാമിലിയൊക്കെ ആയിട്ടോ വന്നത്. അപ്പോൾ ശശിധര ചേച്ചിയുടെ മോളുടെ കുട്ടിയാണെങ്കിൽ ധ്രുവയുടെ സെയിം ഏജ് ആട്ടോ, ധ്രുവയുടെ ഒപ്പമാണ്. അപ്പോൾ ധ്രുവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്ന കാരണം വരുന്ന കാരണമൊക്കെ അറിയാട്ടോ. നല്ല കമ്പനിയാട്ടോ. ദച്ചൂസിനും നല്ല പരിചയമാട്ടോ അവരെയൊക്കെ. നമ്മളൊക്കെ എന്തായാലും നേരത്തെ വന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ബലൂണൊക്കെ വീർപ്പിച്ച്, കാരണം ദച്ചൂസിനും ധ്രുവയ്ക്കൊക്കെ ബലൂണൊക്കെ വീർപ്പിക്കാനൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ബലൂണൊക്കെ വീർപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ ശശിധര ചേച്ചി വന്നപ്പോഴായിട്ട് റിബണൊക്കെ കൊണ്ടുവന്ന്. നമ്മൾ സത്യം പറഞ്ഞാൽ റിബണിൻ്റെ കാര്യം മറന്നിരുന്നു. അപ്പോൾ റിബണൊക്കെ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ സമയമായപ്പോൾ അതെല്ലാം കട്ട് ചെയ്തു. എല്ലാവരും ക്ലാപ്പ് ചെയ്തു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ റിബണൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളങ്ങനെ അകത്തേക്ക് കയറി. പിന്നെ നമ്മൾ വിളക്ക് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. നമ്മളിവിടെ കുഞ്ഞൊരു പൂജാമുറിയൊക്കെ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും വിളക്ക് കത്തിച്ചു. അവിടെ വിളക്ക് കത്തിച്ചപ്പോൾ ശശിധര ചേച്ചിയും അതുപോലെ തന്നെ അവരുടെ പേരക്കുട്ടി, പിന്നെ ദച്ചൂസും ധ്രുവക്കുട്ടി കൂടിയിട്ടാട്ടോ അവിടെ വിളക്ക് കത്തിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചേച്ചിയുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാരണം നമുക്കറിയാലോ, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെലയുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വിളക്ക് കത്തിക്കാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മയും അച്ഛനൊന്നും കത്തിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അതിന് പകരമാട്ടോ ഞാനും ധ്രുവക്കുട്ടിയും ദച്ചൂസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ പൂജാ റൂമിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് അവിടെ കത്തിക്കുമ്പോൾ ധ്രുവക്കുട്ടിയും ദച്ചൂസും കൂടെ കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വലിയൊരു വിളക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരുന്നു കത്തിക്കാൻ. അപ്പോൾ അത് കത്തിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഞാനും ധ്രുവക്കുട്ടിയും ദച്ചൂസും പിന്നെ ശശിധര ചേച്ചിയും പിന്നെ അവരുടെ പേരക്കുട്ടിയും കൂടിയായിട്ടാണ് കത്തിച്ചത്. അപ്പോൾ അങ്ങനെ വിളക്ക് കത്തിക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവർക്കും സ്വീറ്റ്സ് കൊടുത്തു. നമ്മൾ ലഡു, ജിലേബി, കേക്ക്, സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവർക്കും അങ്ങനെ കൊടുത്തു. നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടോ ചെയ്തത്. ശശിധര ചേച്ചി അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടോ ചെയ്തത്.
ഇഡ്ഡലിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ, കുട്ടികൾക്കൊക്കെ വിശക്കും, ഇത്ര നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ, രാവിലെ നേരത്തെ വരുന്നതല്ലേ. അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കൊണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടാട്ടോ ചെയ്തത്. പിന്നെ അവർക്കൊക്കെ ജോലിക്ക് പോകണമായിരുന്നു, ചേച്ചിയുടെ മോൾക്കും ഹസ്ബൻഡിനൊക്കെ ജോലിക്ക് പോകണമായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അതാണ് പിന്നെ നമ്മൾ നേരത്തെ സമയം വെച്ചിട്ട് നേരത്തെ തന്നെ നമ്മൾ ഉദ്ഘാടനം കഴിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു, കാരണം എല്ലാവരും കൂടിയുള്ള ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ കുഞ്ഞൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. ഫോട്ടോഷൂട്ടൊന്നും പറയാൻ പറ്റില്ല, എല്ലാവരും വെച്ചുള്ള കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഇങ്ങനെ എല്ലാവരും പോയി തുടങ്ങി. അമ്മയും ശശിരേച്ചിയും അവിടെ ഇരുന്നു കേട്ടോ. കാര്യം ഫസ്റ്റ് ഡേ അല്ലേ, ഉദ്ഘാടനം കഴിഞ്ഞ് ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും എൻക്വയറി ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കണമല്ലോ. അത് മാത്രമല്ല പിന്നെ നമ്മളവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും, ആൾക്കാർ വിളിക്കും. എന്നാൽ പോലും നമ്മൾ ഫസ്റ്റ് ഡേ ആയിട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോരാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ ഇരുന്നു കേട്ടോ. നമ്മളും ഇതുപോലെ തന്നെ ഞാനും അച്ഛനും ആ മക്കളും കൂടി മെല്ലെ ഇങ്ങനെ പോകുന്നു. കാരണം അവർ ഓരോരുത്തരായി ഇങ്ങനെ പോയപ്പോൾ പിന്നെ നമ്മളും പോയി. അമ്മയും പറഞ്ഞു നിങ്ങൾ ഇനി ഇവിടെ ഇരിക്കേണ്ട, പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളും മെല്ലെ പോകുന്നു.